ആട്ടിൻകൂട്ടത്തെ പോലെ യോസേഫിനെ നടത്തിയ പ്രവർത്തികളുടെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിലൊക്കെ ആ ഭാഗം എഴുതിയിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം. ഒരാളായി മിസ്രൈമിലേക്ക് പോയ യോസേഫ് പിൽക്കാലഘട്ടത്തിൽ യാക്കോബിന്റെ അന്ത്യനിമിഷത്തോടടുത്ത് വരുമ്പോൾ ഒരാളായി പോയവൻ 70 പേരായി മാറി. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ യാക്കോബിന്റെ കടിപ്രദേശത്ത് നിന്ന് ഉത്ഭവിച്ച 70 പേർ മാത്രമായി മിസ്രൈമിൽ താമസം ഉറപ്പിച്ചെങ്കിൽ പിന്നത്തേതിൽ അവർ വർദ്ധിച്ചു വരികാനിടയായി. ആ രാജ്യത്ത് അവരുടെ ബാഹുല്യം കൊണ്ട് അവരെ ഉൾക്കൊള്ളാൻ കഴിയാതെയായി. ആ രാജ്യത്തിന്റെ ഭരണാധികാരി പോലും അവരെ കണ്ടു വിറയ്ക്കത്തക്കവണ്ണം അവരുടെ സംഖ്യ കൂടുവാനിടയായി. വലിയൊരാട്ടിൻ പറ്റം പോലെ എണ്ണിത്തീർക്കാൻ കഴിയാത്ത നിലയിൽ അവരുടെ സംഖ്യയെ വർദ്ധിപ്പിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന് സകലതും ചെയ്യാൻ കഴിയുമെന്ന് ദൈവമക്കൾ ഉറച്ചു വിശ്വസിക്കണം. അവർ എണ്ണത്തിൽ പെരുകി കഴിഞ്ഞപ്പോ ഫറവോൻ പറഞ്ഞു, ഇവരിങ്ങനെ വർദ്ധിച്ചു വന്നാൽ നമ്മുടെ രാജ്യം പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവർക്ക് കഠിനമായ വേല കൊടുക്കണമെന്ന് പറഞ്ഞ് സംഭാര നഗരങ്ങൾ പണിയാൻ അവരെ ഏൽപ്പിച്ചു. വചനത്തിൽ എഴുതിയിരിക്കുന്നവർ പീഡിപ്പിക്കുന്നവർ വർദ്ധിച്ചു പെരുകിക്കൊണ്ടിരുന്നു. മനസ്സിലായോ? പീഡിപ്പിക്കുന്നു. വായ്ത്തത്വമുള്ളവനെ പീഡിപ്പിച്ചാലും അവൻ വർദ്ധിച്ചു വരികൊണ്ടിരിക്കും. വായ്ത്തത്വമുള്ളവനെ കൊന്നു കുടിച്ചു മൂടിയാലും അവിടെ നിന്ന് ആയിരങ്ങളെ ദൈവത്തിന് എഴുന്നേൽപ്പിക്കാൻ കഴിയും. വായ്ത്തത്വമുള്ളവനെ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റിയാലും അവൻ എവിടെ തുടച്ചു മാറ്റപ്പെട്ടോ അവിടെ തന്നെ ദൈവത്തിന് ആയിരങ്ങളെ എഴുന്നേൽപ്പിക്കാൻ കഴിയുമെന്ന് ഇന്ന് മുതൽ ദൈവമക്കൾ ഉറച്ചു വിശ്വസിക്കണം. 1-ാം വാക്യത്തിൽ സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയുമായ ദൈവത്തിന്റെ 2 മുഖങ്ങളാണ് കാണുന്നത്. ഒന്ന്, ഈ ഭൂമിയിൽ അവൻ ആട്ടിൻകൂട്ടത്തെ പോലെ തന്നെ ജനത്തെ നടത്തുന്നു. അപ്പോൾ തന്നെ 2-ാം ഭാഗത്ത് പറയുകയാണ്, അവൻ കെരൂബുകളുടെ മേൽ അധിവസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് മഹത്വത്തിന്റെ സിംഹാസനത്തിൽ അവൻ ഇരിക്കുകയും അതേ സമയം തന്നെ ഈ ഭൂമിയിൽ സാധുക്കളായ നമ്മെ ആട്ടിൻകൂട്ടത്തെ പോലെ നടത്തുകയും ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ആസാഫ് പറയുകയാണ്. 2-ാം വാക്യം, എഫ്രയീമും ബെന്യാമീനും മനശ്ശെയും കാണുകെ നിന്റെ വീര്യഭുജം എന്ത് ചെയ്യണം? ഇസ്രായേൽ പാളയത്തിന്റെ ചുറ്റും അവൻ ഓരോ ഗോത്രത്തിന്റെ കൊടിയടയാളങ്ങൾ ഉണ്ടായിരുന്നു. സംഖ്യാപുസ്തകം 2-ാം അധ്യായത്തിന്റെ 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ എഫ്രയീമിന്റെയും മനശ്ശെയുടെയും ബെന്യാമീന്റെയും കൊടി പിടിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ നിൽക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയാണ്, യോസേഫിന്റെ ദൈവമേ, അവര് കാണുക നിന്റെ മഹത്വം ഒന്ന് വെളിപ്പെടുത്തുമാറാകണമേ. അവര് കാണുക നിന്റെ മഹത്വം ഒന്ന് വെളിപ്പെടുത്തുമാറാകണമേ. എനിക്ക് അർഹതയില്ല, എനിക്ക് കഴിവില്ല, എനിക്ക് പ്രാപ്തിയില്ല. കൊടിയടയാളം പിടിച്ച് ഇസ്രായേൽ ഗോത്രത്തിലെ പലരും നിൽക്കുമ്പോൾ അവരുടെ മുമ്പാകെ എളിയവനായി എന്നെ ഒന്ന് മാനിക്കണമേ എന്ന് ഹല്ലേലൂയ സങ്കീർത്തനക്കാരൻ ദൈവസന്നിധി പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞു വന്നത്, പ്രാർത്ഥിക്കുന്നതിന്റെ ജനത്തെ മാനിപ്പാൻ ദൈവം വിശ്വസ്തനായ ദൈവം. 7-ാം വാക്യം, അതിന്റെ 19-ാം വാക്യം, ഇവിടൊക്കെ നമ്മൾ കാണുന്ന ആ വിഭാഗം സ്തോത്രം. സൈന്യങ്ങളുടെ ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. 3-ാം വാക്യം, 7-ാം വാക്യം, ആമേൻ. 19-ാം വാക്യം. ഇത്രയും വാക്യങ്ങളിൽ പറയുന്ന ഒരേ പദമാണ്, ഞങ്ങളെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തണം. ഞങ്ങളിപ്പോൾ ആയിരിക്കുന്ന പശ്ചാത്തലത്തിൽ നിന്ന് ഞങ്ങളെ ഒന്ന് എന്ത് ചെയ്യണം? ഞങ്ങളുടെ ആത്മീയ നിലവാരത്തിൽ നിന്ന് ഞങ്ങളെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തണം. ഞങ്ങളെ കടന്നു പോകുന്ന വിഷയങ്ങളിൽ നിന്ന് ഞങ്ങളെ ഒന്ന് യഥാസ്ഥാനം. എത്ര ദൈവമക്കൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയും? ഈ ആത്മീയത കൊണ്ട്, ഈ ആരാധന കൊണ്ട്, ഈ കയ്യടി കൊണ്ട്, ഈ പ്രസംഗം കൊണ്ട്, ഈ അന്യഭാഷ കൊണ്ട്, ഈ വിശ്വാസ ജീവിതം കൊണ്ട് തൃപ്തി അണഞ്ഞു പോകാതെ ഇതിനപ്പുറമായൊരു തലത്തിലേക്ക് ദൈവം ഞങ്ങളെ ഒന്ന് പുതുക്കി പണിയണമേ. ഞങ്ങളെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങളുടെ സ്ഥിതി ഒന്ന് മാറ്റാൻ ദൈവം തമ്പുരാനോടൊന്ന് കരം നീട്ടണമേ എന്ന് ദൈവമക്കൾ ദൈവസന്നിധി പ്രാർത്ഥി. 8-ാം വാക്യം, ഇസ്രായേൽ മക്കളെ മിസ്രൈമിലേക്ക് കൊണ്ടുവരുന്ന സംഭവമാണ്. അതിനെ അല്പം കൂടി ആലങ്കാരികമായി പറഞ്ഞിരിക്കുകയാണ്. നീ മിസ്രൈമിൽ നിന്ന് ഒരു മുന്തിരിവള്ളി എന്ത് ചെയ്തു? മുന്തിരിവള്ളി കൊണ്ടുവന്നു. ജാതികളെ നീക്കി അതിനെ നീ നട്ടു. ജാതികളെ എന്ന് പറഞ്ഞാൽ നീക്കേണ്ടതിനെ നീക്കിയിട്ട് നടേണ്ടതിനെ ദൈവം എന്ത് ചെയ്തു? നട്ടു. ദൈവത്തിന് അങ്ങനെ പദ്ധതിയുണ്ട് കേട്ടോ. നീക്കേണ്ടതിനെ നീക്കുമ്പോൾ നമുക്ക് വിഷമമാണ്. പക്ഷെ ദൈവം പറയും, നീക്കേണ്ടതിനെ നീക്കിയിട്ട് നടേണ്ടതിനെ നടാൻ ദൈവത്തിന് കഴിയും. ഒരാളെ രാജാവായി വാഴിക്കുന്ന ദൈവമാണ്. ശൗലിനെ നീക്കിയിട്ട് ദാവീദിനെ ദൈവം രാജാവായി വാഴിച്ചു. അപ്പോൾ നീക്കേണ്ടതിനെ നീക്കിയിട്ട് ദൈവഹിതമുള്ളതിനെ നടാൻ ദൈവം വിശ്വസ്തനായി. ഇസ്രായേലിൽ നിന്ന് കൊണ്ടുവന്ന മുന്തിരിവള്ളിയെ ദൈവം തമ്പുരാൻ ആമേൻ നട്ടു. എവിടെ നട്ടു? ജാതികളെ നീക്കിക്കളഞ്ഞിട്ട്
നട്ടു. ദൈവം നട്ടതുകൊണ്ട് അതിന്റെ അനന്തരഫലം എന്താണെന്നറിയാമോ? അത് ദേശത്ത് വേരൂന്നി പടർന്നു. ദൈവം നട്ടെങ്കിൽ മാത്രമേ ദേശത്ത് വേരൂന്നി പടരത്തുള്ളൂ. ദൈവം നട്ടെന്ന് ബോധ്യമുണ്ടെങ്കിലേ നമുക്ക് വളരാനും കഴിയത്തുള്ളൂ. അപ്പോൾ ദൈവം നമ്മെ നട്ടതാണെന്ന്. ഞാൻ ഇവിടെ വരേണ്ടി വന്നല്ലോ. പലരും പറയും ഞാൻ ഇന്ന നാട്ടിൽ വരേണ്ടി വന്നു, ഞാൻ ഇന്ന വീട്ടിൽ വരേണ്ടി വന്നു, എനിക്കിതിനേക്കാൾ വലുതുണ്ടായി, ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. ഞാൻ പറയാം, ദൈവം നട്ടത് കൊണ്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ആര് യാദൃച്ഛികമായി ഇതിനകത്ത് വന്നതല്ല കേട്ടോ. പലരുടെയും ചരിത്ര പശ്ചാത്തലം നോക്കിയാൽ, പലരുടെയും ജീവിത സാഹചര്യങ്ങൾ നോക്കിയാൽ, അവർ വളർന്നു വന്ന ദേശത്തിന്റെ സ്ഥിതി നോക്കിയാൽ ഇവിടെ വരാൻ ഒരു പക്ഷേ യാതൊരു ന്യായവുമില്ല. പക്ഷേ വചനം പറയുന്നത് എന്നെയും നിങ്ങളെ ദൈവമാണ് ഇതിനകത്ത് നട്ടതെന്നുള്ള ബോധ്യം ഇന്ന് പകൽക്കാലം നഷ്ടപ്പെട്ടു പോകരുത്. എനിക്കിവിടെ ഒന്നുമില്ലെന്നേ, ഞാൻ ആരുമല്ലെന്നേ, എനിക്കൊരു പ്രാപ്തിയില്ലെന്നേ, ഞാൻ വരുന്നു പോന്നു, ഇതൊക്കെയാണ് നമ്മുടെ ന്യായങ്ങൾ. പക്ഷെ തമ്പുരാൻ പറയുകയാണ്, എന്നെയും നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും ദൈവം തമ്പുരാൻ ഇതിനകത്ത് നട്ടുവെച്ചിരിക്കുക. ഇതിനകത്ത് ദൈവം തമ്പുരാൻ നട്ടുവെച്ചതാണെങ്കിൽ ദൈവത്തിന് ഇതിനകത്തിൽ നമ്മെക്കുറിച്ച് ചില ഉദ്ദേശങ്ങളുണ്ട്. മുന്തിരിത്തോട്ടം എന്ന് പറഞ്ഞാൽ ദൈവസഭയാണ്. മുന്തിരിത്തോട്ടം ദൈവസഭയാണ്. 3 കാര്യങ്ങൾ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് പുതിയ നിയമത്തിൽ പറഞ്ഞു. ഒന്ന്, കർത്താവ് മുന്തിരിവള്ളിയാണ്. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1. ഞാൻ സാക്ഷാൽ മുന്തിരി. അപ്പോൾ അതിനർത്ഥം സാക്ഷാൽ അല്ലാത്തതും ഉണ്ടെന്നുള്ളതാണ്. സാധാരണ കർത്താവ് പറയുന്നത് ഞാൻ മുന്തിരിവള്ളിയാണെന്ന്. പക്ഷേ അവൻ പറഞ്ഞ സാക്ഷാൽ മുന്തിരിവള്ളിയാണ് എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റായ മുന്തിരികളൊക്കെ പലയിടത്തുമുണ്ട്. പക്ഷേ കർത്താവ് സാക്ഷാൽ മുന്തിരിവള്ളിയാണ്. 2, അവൻ സഭ മുന്തിരിത്തോട്ടമാണ്. യെശയ്യാ പ്രവചനം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ഞാൻ എൻ്റെ പ്രിയതമന് ആവേൻ എൻ്റെ പ്രിയനെ കുറിച്ചുള്ളൊരു പാട്ട് പാടും. ആ പാട്ട് ഇങ്ങനെയാണ്: ഏറ്റവും ഫലവത്തായ കുന്നിന്റെ മുകളിൽ എൻ്റെ പ്രിയനൊരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അങ്ങനല്ലേ ആ ഭാഗം തുടങ്ങുന്നത്. ആമി ഞാനതിന് ചക്ക കെട്ടി, ആമി നാട്ടി, കല്ല് പറക്കി, വേലി കെട്ടി, അതിൽ നല്ല വക മുന്തിരി വള്ളി നട്ടു. ഫലം പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ കായ്ച്ചത് എന്താണ്? കാട്ടുമുന്തിരിയാണ്. ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നല്ല വക മുന്തിരിവള്ളി. വിശ്വാസത്തിൽ ഇറങ്ങിയിട്ട് നമുക്ക് എന്തെങ്കിലും കായ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നത് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കായ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. വളരെ പ്രതീക്ഷയോടെ യജമാനൻ കല്ല് പറക്കി, വേരോടേണ്ടതിന് മണ്ണിളക്കി, വളമിട്ട്, വെള്ളമൊഴിച്ച്, ശത്രു അപഹരിച്ച് കളയാതെ വേലി കെട്ടി, ഏതെങ്കിലും കാലത്ത് ഇത് കായ്ച്ചാൽ മുന്തിരിച്ചാർ ഊറ്റിയെടുക്കേണ്ടതിന് ചക്കം നാട്ടി, പ്രതീക്ഷയോടെ കാത്തിരുന്നു. ഓരോ ഇല വളരുന്നതും പ്രതീക്ഷയോടെ നോക്കിയിരുന്നു. പൂ വരുമ്പോൾ സന്തോഷത്തോടെ നോക്കിയിരുന്നു. അടുത്ത നിമിഷം കായായി തീരുമെന്ന് വിചാരിച്ചു. വിട്ട വളത്തിനനുസരിച്ച്, മുടക്കിയ മുതലിനനുസരിച്ച്, ഒഴിച്ച വെള്ളത്തിനനുസരിച്ച്, ചെയ്ത ആമിരല് ക്രമീകരണത്തിനനുസരിച്ച് ഫലം കായ്ക്കുമെന്ന് വിചാരിച്ചു കാത്തിരുന്നു. കായ്ച്ചു കേട്ടോ. കായ്ച്ചപ്പോൾ ആർക്കും തിന്നാൻ കൊള്ളാത്ത കാട്ടുമുന്തിരിയാണ് കായ്ച്ചു. ഒത്തിരി ഒന്നും കായ്ച്ചില്ലെങ്കിലും യജമാനന് പ്രയോജനപ്പെടത്തക്കവണ്ണം എന്തെങ്കിലുമൊക്കെ മനുഷ്യൻ നോക്കുമ്പോൾ നമ്മൾ ഇന്നതാണെന്നൊന്ന് തിരിച്ചറിയാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ വേണ്ടേ? വചനത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വൃക്ഷത്തെ തിരിച്ചറിയുന്നത് അതിന്റെ ഫലം കൊണ്ടാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഫലം വേണ്ടേ? കർത്താവ് മുന്തിരിവള്ളിയാണ്. ദൈവസഭ ആമീൻ മുന്തിരിത്തോട്ടമാണ്. 3, കുടുംബജീവിതത്തോട് ബന്ധപ്പെട്ട് ഭാര്യ എന്ന് പറയുന്നത് ഫലപ്രദമായ മുന്തിരിവള്ളി. അങ്ങനല്ലേ 128-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്? എൻ്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ. ഈ ഫലപ്രദമെന്നുള്ള പദമൊക്കെ വിശാലമായി ചിന്തിക്കേണ്ട പദമാണ്. എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ദിവസം തല്ലിക്കൂട്ടി പോകുന്നതല്ല. എതിലേയും കൂടെങ്കിലും ഒക്കെ വളർന്ന് ഞാനിവിടെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ, ഞാൻ അധ്വാനിക്കുന്നു, ഇതൊന്നും അല്ല വിഷയം. ഫലപ്രദമായ മുന്തിരിവള്ളിയായിട്ട് എന്ത് ചെയ്യണം? ആമേൻ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ചിലരൊക്കെ ഉണ്ട് നേരം വെളുത്ത വൈകുന്നേരം വരെ അധ്വാനം. എന്തോ അധ്വാനം എന്ന് ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. നേരം വെളുത്ത സൂര്യൻ ഉദിച്ചാൽ വൈകുന്നേരം വരെ വീട്ടിനകത്തിൽ അധ്വാനം. പക്ഷെ എന്തോ അധ്വാനം എന്ന് ചോദിച്ചാൽ ഒന്നും കാണാനില്ല. കർത്താവ് പറയുന്നു, ആത്മീയ കാര്യങ്ങൾ നമ്മൾ ഫലപ്രദമായ മുന്തിരിവള്ളിയാകണം. കുടുംബജീവിതത്തിൽ നാം ഫലപ്രദമായ മുന്തിരിവള്ളിയാകണം. അപ്പോൾ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന മുന്തിരിവള്ളിയെ ജാതികളെ നീക്കി എന്ത് ചെയ്തു? അതിനെ നട്ടു. ദൈവം നട്ടതുകൊണ്ട് അത് ദേശത്ത് വേരൂന്നി പടർന്നു. അതിനെ നിഴൽ കൊണ്ട് പർവ്വതങ്ങൾ മൂടിയിരുന്നു. അതിന്റെ കൊമ്പുകൾ ദിവ്യ ദേവദാരുക്കൾ പോലെ ആയിരുന്നു. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചതെന്നറിയാമോ? 15-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ദൈവം തന്റെ വലം കൈ കൊണ്ടാണ് ഇതിനെ നട്ടത്. ഇന്ന് പകൽ ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ച് പറയാം, എന്നെയും നിങ്ങളെയും ഈ ദൈവസഭയ്ക്കകത്ത് നട്ടത് വേറെങ്ങും സ്ഥലമില്ലാഞ്ഞിട്ടല്ല, ഇതിനേക്കാൾ ലാഭത്തിൽ വേറെങ്ങും കിട്ടാഞ്ഞത് കൊണ്ടുമല്ല, അപ്പനും അമ്മയും ഇവിടെ താമസിച്ചു വന്നത് കൊണ്ടുമല്ല. ഇന്ന് പകൽ വിശ്വസിക്കണം, ദൈവമാണ് എന്നെ ഇവിടെ നട്ടത്, ദൈവമാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ദൈവമാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നതെങ്കിൽ ഓടിപ്പോകാൻ കഴിയത്തില്ല.
ഓടിപ്പോകാൻ കഴിയത്തില്ല കേട്ടോ, ഓടിപ്പോകാൻ കഴിയത്തില്ല. കർത്താവാണ് നമ്മളെ കൊണ്ട് ഇവിടെ ആക്കിയതെങ്കിൽ നമുക്കാർക്കും ഓടിപ്പോകാൻ കഴിയത്തില്ല. നെഹമ്യാവ് പറയുകയാണ്, എന്നെ പോലെ ഒരുത്തൻ ഓടിപ്പോകുമോ? എന്നെ പോലെ ഒരുത്തൻ ജീവരക്ഷയ്ക്കായി മന്ദിരത്തിലേക്ക് ഓടിപ്പോകുമോ? ഇല്ല കേട്ടോ. പ്രതിസന്ധികൾ വന്നാലും പോരാട്ടങ്ങൾ വന്നാലും വെല്ലുവിളികൾ വന്നാലും ഓടിയൊളിക്കാനുള്ള സ്ഥലമല്ല, മാറി നിൽക്കാനുള്ള സ്ഥലമല്ല എന്നെയും നിങ്ങളെയും ദൈവം നട്ടിരിക്കുന്നത് ഈ ദേശത്തും ഈ സഭയിലുമാണെന്നുള്ള ബോധ്യം ഇന്ന് പകൽക്കാലം ദൈവമക്കൾ മറന്നു പോകരുത്. ഞങ്ങളെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തണം, ഞങ്ങളെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തണം. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് ഇന്ന് പകൽ എല്ലാ ദൈവമക്കളുടെ ആഗ്രഹം രക്ഷപ്പെടണമെന്നുള്ളതാണ്. രക്ഷപ്പെടാൻ ആഗ്രഹമില്ലാത്തവരാരെങ്കിലും ഉണ്ടോ? കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് എന്തിനാ? രക്ഷപ്പെടാൻ വേണ്ടി. കഷ്ടപ്പെടുന്നത് എങ്ങനെയാ? രക്ഷപ്പെടാൻ വേണ്ടി. നമ്മൾ ഈ ത്യാഗം അനുഭവിക്കുന്നതിന്, ശരീരം വിയർപ്പാക്കുന്നത് എന്തിനാ? രക്ഷപ്പെടാൻ വേണ്ടി. എല്ലാവരും രക്ഷപ്പെടാൻ വേണ്ടിയാണ് പരിശ്രമിക്കുന്നത്. പക്ഷെ പലരും രക്ഷപ്പെടുന്നില്ല. ഉദ്ദേശിക്കുന്ന പലരും രക്ഷപ്പെടുന്നില്ല. വിശ്വാസത്തിൽ ഇറങ്ങിയിട്ടും പലരും രക്ഷപ്പെടുന്നില്ല. നമ്മളപ്പോൾ പലരെയും കുറ്റം പറയുകയാണ്. ഇന്നാരുടെ കുഴപ്പം കൊണ്ടാണ്, അവർ കാരണമാണ്, ഇന്നാര് കാരണമാണ്. നമ്മളൊക്കെ എന്ത് ചെയ്യും? പലരെയും നമ്മുടെ ജീവിതത്തിൽ വരുന്ന പരാജയങ്ങളിൽ നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ പഴിചാരും. ഇന്ന് പകൽ ദൈവത്തോട്, കർത്താവേ, നീ തിരുമുഖമൊന്ന് പ്രകാശിപ്പിക്കണമേ, എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കണമേ, അവിടുത്തെ സാന്നിധ്യം എൻ്റെ പേരെ നയിക്കണമേ. ഞാൻ രക്ഷപ്പെടണമെങ്കിൽ ഇന്ന് പകൽ ഓർത്തോണം, നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ആ കർത്താവ് തൻ്റെ മുഖം നമ്മുടെ പേരിൽ പ്രകാശിക്കണം. ഈ ദിവസങ്ങളിൽ ദൈവസഭയിൽ കൂടി വരുന്ന സകല ദൈവമക്കളും രക്ഷപ്പെടേണ്ടതിന്, അനുഗ്രഹിക്കപ്പെടേണ്ടതിന്, ഉയർച്ചകൾ ഉണ്ടാകേണ്ടതിന്, അവസ്ഥകൾ മാറേണ്ടതിന്, സ്ഥിതിക്ക് ഭേദം വരേണ്ടതിന്, ആ തിരുമുഖം നമ്മുടെ തമ്പുരാൻ പ്രകാശിപ്പിക്കേണ്ടതിന് ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും.